ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. രാവിലത്തെ മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു കപ്പ് ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു. ഈ ഗ്രീൻ ടീയിൽ ധാരാളം ബെനിഫിറ്റുകളുണ്ട്. ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നു. ഇത് കുടിച്ചാൽ നമുക്കൊരു ഊർജ്ജസ്വലത അനുഭവപ്പെടും. ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നു, വയറിലെ കൊഴുപ്പ് കുറക്കുന്നു, ശരീരഭാരം കുറക്കുന്നു. ഗ്രീൻ ടീ കുടിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ വെയിറ്റ് കുറയില്ല. അതിന് കൂടെ തന്നെ പ്രോപ്പറായിട്ട് വർക്കൗട്ടും ഡയറ്റും ചെയ്യുക. എന്നാലേ ഗ്രീൻ ടീയുടെ എഫക്റ്റീവ്നെസ് കിട്ടുകയുള്ളൂ. അതുപോലെ ബ്ലഡ് പ്രഷർ, ഷുഗർ ലെവൽ കുറക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നു. അമിതമായാൽ അമൃതം വിഷം. ഗ്രീൻ ടീ കൂടുതൽ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷവുമാണ്. ദിവസവും 1-2 കപ്പ് വരെയൊക്കെ നമുക്ക് കുടിക്കാം. ഭക്ഷണം കഴിച്ച ഉടനെ ഗ്രീൻ ടീ ഒരിക്കലും കുടിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. നമ്മുടെ ദഹനത്തെയൊക്കെ തടസ്സപ്പെടുത്തും. ഇതിലൊരിക്കലും ഷുഗർ ഇടാനും പാടില്ല. അപ്പോൾ തലേന്ന് തന്നെ ഞാൻ റൈസ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല വേവുള്ള ജയ റൈസാണ്. അപ്പം രാവിലെ വേവിച്ചാൽ എന്തായാലും വെന്ത് കിട്ടൂല. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുട്ടികൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചോറും കൊടുത്തയക്കുക. പിന്നെ ഞാൻ തലേന്ന് തന്നെ വൻപയറും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് സ്കൂളിലേക്കും ഇന്ന് ലഞ്ചിനും ഇത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇനി കഴുകി വൃത്തിയാക്കിയ പയർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. ഇനി കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട്. ദോശക്കുള്ള മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ദോശകളൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചായക്കുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കാം. ഈ ഓയിൽ പുരട്ടുന്നത് ഞാൻ ജാംജൂമിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് മീഷോയിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ പയറൊക്കെ ഒന്ന് വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കറക്റ്റ് വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആദ്യം ഷുഗർ ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ അങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് കേട്ടോ ഇടാം. ഒന്നായിട്ട് വലിയ തവി വെച്ചിട്ടിട്ടാൽ നന്നായിട്ട് ഷുഗർ കൂടും. കഴിയുന്നത് ഷുഗർ കുറക്കാൻ നോക്കുക. ഷുഗർ ഇട്ടിട്ട് പിന്നെ ഞാനൊരു തവി വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളും. പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചായപ്പൊടി ഇടാറുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ചായക്ക്. ചായപ്പൊടി ഇട്ടതിന് ശേഷം തിളപ്പിച്ചാൽ ചായൻ്റെ ടേസ്റ്റ് പോകുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വൻപയറൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഈ അയൺ ചട്ടിയിലാണ് വറവിട്ടെടുക്കുന്നത്. ഹെൽത്തി കുക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ അയൺ, കാസ്റ്റ് അയൺ, അതുപോലെ മൺചട്ടി അതൊക്കെ യൂസ് ചെയ്യുക. കഴിയുന്നത് നോൺ സ്റ്റിക്ക്, അലുമിനിയം ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിടുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പയർ ഇവിടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ വെള്ളം ഒഴിവാക്കുന്നില്ല. അതിലായിരിക്കും ഇതിൻ്റെ പോഷകങ്ങളൊക്കെ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ആ വെള്ളം വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പരിപ്പ് കറിയും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പരിപ്പ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം
എല്ലാം കൂടി വെച്ചിട്ട് ഒരു 2 വിസിലൊക്കെ വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതാ കറിക്ക് വേണ്ടിയിട്ടുള്ള കോക്കനട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇതാ തലേന്ന് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്ന ചിക്കൻ കടായി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അതൊന്ന് ചൂടാക്കി എടുത്താൽ ദോശയ്ക്കും ഇനി വേറെ കറിയൊന്നും ആവശ്യമില്ല. പരിപ്പ് കറിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ കോക്കനട്ടിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി കറി ഒന്ന് വറവിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി കടുക്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വറവിട്ടെടുത്താൽ നമ്മുടെ കറി റെഡിയായി. ഇതാ കുട്ടികളുടെ ടിഫിനൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാ അസൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിന്ന് ചോറ് വേണ്ടെന്ന്. അപ്പോൾ ഒരേ വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ അധികം വാശി പിടിക്കാൻ നിന്നില്ല. അവന് ഇഷ്ടമുള്ളത് തന്നെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് നമ്മുടെ വൻപയറിൻ്റെ ഉപ്പേരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ അമ്മ ഒരു പപ്പടം കൂടെ വെച്ച് കൊടുത്തു. പിന്നെ അമ്മന് കുറച്ച് പരിപ്പ് കറിയും വെച്ച് കൊടുത്തു. അസലിന് പിന്നെ തേൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കറികളൊന്നും അത്ര ഇഷ്ടമില്ല. അവന് ഇഷ്ടമില്ലാത്ത കൊടുത്തയച്ചാൽ അതേപോലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അധികം നിർബന്ധിക്കാറില്ല. ഒന്നും കഴിക്കാതിരിക്കുന്നതിലും ഭേദമല്ല എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. പിന്നെ അത് സ്നാക്കായിട്ട് അരിമുറുക്കും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ അതാ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അവർ ഉപ്പപ്പാൻ്റെ കൂടെയാണ് കേട്ടോ സ്കൂളിൽ പോകാറുള്ളത്. ഇതാ കുറച്ച് ചിക്കൻ പാർട്സും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതാ കുക്കറിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ റോ സ്മെല്ല് പോകും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ പാർട്സും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീനിങ് പരിപാടികളാണ് ഉള്ളത് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഡെയിലി കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ബോറടിക്കും. പിന്നെ ഇനി ഒരു മീഷോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഓർഗനൈസറാണ്. ഷോളൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഒരുപാട് ഷാളുകൾ നമുക്ക് ഹാങ് ചെയ്തിടാം.
ആദ്യമല്ല ഷാൾ ഞാൻ ഇതുപോലെ ഒരു ഹാങ്ങറിലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലോട്ടൊന്ന് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ ഐറ്റമാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. വേണ്ടവരൊക്കെ വാങ്ങിച്ച് നോക്കുക. ഒരു 230 ആ ഒരു റേറ്റൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.